ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ 7 ചാപ്റ്റർ ഫിനിഷ് ചെയ്തു. ഇനി 4 ചാപ്റ്ററും കൂടെ ഉള്ളു നമുക്ക്. അത് 3 ചാപ്റ്റർ വളരെ ചെറുതാണ്, ഒരു ചാപ്റ്റർ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് വളരെ വലുതാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ 8. നിങ്ങൾ ഒരിക്കലും ടെക്സ്റ്റ് വെച്ച് സിലബസ് അളക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ടെക്സ്റ്റും സിലബസും തമ്മിൽ പല ചാപ്റ്റേഴ്സിലും ഡിഫറൻസ് ഉണ്ട്. നമ്മളുടെ സിലബസ് ഞാൻ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നോക്കിയേ പഠിക്കാവുള്ളൂ. ഓക്കെ, ഞാൻ നോട്ട്സ് തരുന്നുണ്ട്, അതും ടെക്സ്റ്റും വെച്ച് പഠിക്കാം. ഓക്കെ, നല്ല ടെക്സ്റ്റ് ആണത്. പക്ഷെ അതിനകത്തുള്ള ഒരേ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സിലബസുമായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, ബാക്കി ടോപ്പിക്സ് അല്ലാതെ നോക്കി പഠിക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി 8ാമത്തെ ചാപ്റ്റർ മൾട്ടി വൈബ്രേറ്റേഴ്സ് ആൻഡ് സ്പെഷ്യൽ ഡിവൈസസ്, സ്പെഷ്യൽ ടൈപ്പ് ഡിവൈസസ്. മൾട്ടി വൈബ്രേറ്റർ സ്പെഷ്യൽ ടൈപ്പ് ഡിവൈസസ് ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന 8ാമത്തെ ചാപ്റ്റർ. ഓക്കെ, ഇതിനകത്ത് ആദ്യമേ പഠിക്കാൻ പോകുന്നത് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ്. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, അസ്റ്റേബിൾ ഇത് പഠിക്കുന്നതിന് മുമ്പ് ഞാനൊരു കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇത് 2 ട്രാൻസിസ്റ്റർ ആണ്. ഒരു ട്രാൻസിസ്റ്റർ ഓൺ കണ്ടീഷനിലാണ്, മറ്റേത് ഓഫിലാണ്. ഓക്കെ, ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആണ്, ഒരു ട്രാൻസിസ്റ്റർ ഓഫ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഓണായ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ, ഓണായ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VC സാറ്റ് എന്ന് പറയും. സാറ്റ് എന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ ആണ്, സാച്ചുറേഷൻ കണ്ടീഷൻ. നമുക്ക് സാച്ചുറേഷൻ കണ്ടീഷൻ അറിയാം, കട്ട് ഓഫ് കണ്ടീഷൻ അറിയാം. അപ്പോൾ ഓണായ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VC സാറ്റ്. ഓക്കെ, അതായത് 0.2 വോൾട്ട്. ഓഫായ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ വോൾട്ടേജ് VCC ആണ്. ഓഫായ ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിൽ VCC സപ്ലൈ വോൾട്ടേജ് വരും. ഓഫായ ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിൽ നമ്മൾ സപ്ലൈ വോൾട്ടേജ് വരും, VCC വരും. അപ്പോൾ ഇത് ഓർത്തിരിക്കണം. ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ വർക്കിംഗ് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഓണായ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ വോൾട്ടേജ് VC സാറ്റ്, അതായത് 0.2. ഓക്കെ, ഓഫായ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ വോൾട്ടേജ് VCC. ഈ 0.2 എന്ന് പറഞ്ഞാൽ ഏകദേശം 0ക്ക് അടുത്തൊരു വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കണം. ഓണായ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ വോൾട്ടേജ് VC സാറ്റ് 0.2 വോൾട്ടേജ്, ഓഫായ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ വോൾട്ടേജ് VCC. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി നമുക്ക് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിലേക്ക് കടക്കാം. ഓക്കെ, അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. ഓക്കെ, ഓക്കെ, അപ്പോൾ എന്താണ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് നോക്കാം. ഓക്കെ, ഞാനത് അതിന്റെ ഫിഗർ വരയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഈ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് സ്ക്വയർ വേവ് ആണ്.
ഓക്കെ, അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് സ്ക്വയർ വേവ് ആണ്. അതുകൊണ്ട് തന്നെ സ്ക്വയർ വേവ് ജനറേറ്റർ എന്നും പേരുണ്ട്. അസ്റ്റേബിളിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ട് ഇതേപോലുള്ള സ്ക്വയർ വേവ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് സ്ക്വയർ വേവ് ജനറേറ്റർ എന്നും പറയാം. ഓക്കെ, സോ ദ ഔട്ട്പുട്ട് ഓഫ് an unstable multivibrator is a square wave. Thus, the circuit is also known as square wave generator. Okay. ഇതൊരു തരം ഓസിലേറ്റർ സർക്യൂട്ട് ആണ്. ഇതൊരു തരം ഓസിലേറ്റർ സർക്യൂട്ട് ആണ്. ഇതൊരു തരം ഓസിലേറ്റർ സർക്യൂട്ട് ആണ്. ഇതിനകത്തുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓസിലേറ്റർ അടുത്ത വർഷമാണ് പഠിക്കേണ്ടത്. ഓക്കെ, സാധാരണഗതിയിൽ കോളേജിലൊക്കെ നമ്മൾ ഓസിലേറ്റർ പഠിച്ചിട്ടാണ് ഈ മൾട്ടി വൈബ്രേറ്റർ പഠിക്കുന്നത്. അപ്പോൾ ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഈസി ആയിട്ട് അറിയാം, പക്ഷെ നിങ്ങൾക്ക് ഓസിലേറ്റർ എന്താണെന്ന് അറിയില്ല. ഓക്കെ, വാട്ട് ഈസ് ഓസിലേറ്റർ എന്ന് നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്താൽ പോയിട്ട് കാര്യമില്ല, കാരണം ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന സ്ക്വയർ വേവ് ആണ്. ഓക്കെ, ഇതൊരു സ്ക്വയർ വേവ് ജനറേറ്റർ ആണ്, ഒരു ഓസിലേറ്റർ സർക്യൂട്ട് ആണ്. ഇനി എന്തുകൊണ്ടാണ് ഈ സർക്യൂട്ടിനെ അസ്റ്റേബിൾ എന്ന് വിളിക്കുന്നത്? അസ്റ്റേബിൾ, വാട്ട് യു മീൻ ബൈ അസ്റ്റേബിൾ? അസ്റ്റേബിൾ മീൻസ് നോ സ്റ്റേബിൾ സ്റ്റേറ്റ്. നോ സ്റ്റേബിൾ സ്റ്റേറ്റ്. എന്താ സർക്യൂട്ടിനെ അങ്ങനെ വിളിക്കുന്നത് ചോദിച്ചാൽ, വൈ the circuit got the name unstable? Because it contains two transistors. Okay, the circuit contains two transistors. When one transistor is on, another will be off. അതിൽ രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ട്. ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആണെങ്കിൽ ഒരു ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും. After some time, this off transistor become on and on transistor become off. കുറച്ച് കഴിയുമ്പോൾ ഓൺ ആയ ട്രാൻസിസ്റ്റർ ഓഫ് ആവും, ഓഫ് ആയ ട്രാൻസിസ്റ്റർ ഓൺ ആവും. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ ഓഫ് ആയത് ഓൺ ആവും, ഓൺ ആയത് ഓഫ് ആവും. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ഓഫ് ആയത് ഓൺ ആവും, ഓൺ ആയത് ഓഫ് ആവും. അങ്ങനെ മാറി മാറി രണ്ട് ട്രാൻസിസ്റ്റർ ഓണും ഓഫും ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതൊരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ഇല്ല. ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആണെങ്കിൽ മറ്റേത് ഓഫ് ആയിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ഓഫ് ആയത് ഓൺ ആവും, ഓൺ ആയത് ഓഫ് ആവും. അങ്ങനെ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതിനെ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്കിതിന്റെ ഇത്രയും കാര്യങ്ങൾക്ക് അറിയാം. സ്ക്വയർ വേവ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്, ഒരു ഓസിലേറ്റർ സർക്യൂട്ട് ആണ്, ഇത് സ്റ്റേബിൾ സ്റ്റേറ്റ് ഇല്ല, ഇതിന് രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ട്, ഔട്ട്പുട്ടിൽ കിട്ടുന്നത് സ്ക്വയർ വേവ് ജനറേറ്റർ ആണ്. ഓക്കെ, ഇനി നിങ്ങൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും എഴുതാൻ അറിയില്ല, ഇതിന്റെ ഫിഗറും വേവ് ഫോമും മാത്രം വരച്ചാൽ ഒരു 10 മാർക്ക് ഉണ്ടെങ്കിൽ ഒരു 6-7 മാർക്ക് കിട്ടും. ഓക്കെ, എക്സ്പ്ലനേഷനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ വേവ് ഫോമും അതേപോലെ തന്നെ അതിന്റെ സർക്യൂട്ട് ഡയഗ്രം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എങ്ങനെ വരയ്ക്കുന്നതെന്ന് പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ഫിഗർ ആണ്. വരയ്ക്കാൻ സിമ്പിൾ ആണ്. ഇത് എങ്ങനെയാ വരയ്ക്കുന്നതെന്ന് നോക്കുക. ഓക്കെ, അത് രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഇവിടെ രണ്ട് ട്രാൻസിസ്റ്റർ വരച്ചു. ഓക്കെ, വരച്ചു. രണ്ട് ട്രാൻസിസ്റ്ററിന്റെയും എമിറ്റർ ഉണ്ടോ? ഇത് എമിറ്റർ ആണ്, കാരണം ഈ ആരോ പോയിരിക്കുന്ന പോർഷൻ രണ്ടിന്റെ എമിറ്റർ ആണ്. ആ രണ്ട് എമിറ്ററും പരസ്പരം കണക്ട് ചെയ്യുക, എന്നിട്ട് അതിനെ ഗ്രൗണ്ട് ചെയ്യുക. സിമ്പിൾ. ഞാൻ ഇപ്പൊ ചെയ്ത എന്ന് പറഞ്ഞാൽ രണ്ട് ട്രാൻസിസ്റ്ററും ഇങ്ങനെയാണ് പടം വരയ്ക്കുന്നത്. ഓക്കെ, അല്ലാതെ നമ്മൾ കാണാതെ പഠിച്ചല്ല പടം വരയ്ക്കുന്നത്, ഇങ്ങനെയാണ് പടം വരയ്ക്കുന്നത്. രണ്ട് ട്രാൻസിസ്റ്ററിന്റെ എമിറ്റർ എടുത്തു, ആ രണ്ട് ട്രാൻസിസ്റ്ററിന്റെ എമിറ്റർ തമ്മിൽ ഷോർട്ട് ചെയ്തു, ഗ്രൗണ്ട് ചെയ്തു. രണ്ട് ട്രാൻസിസ്റ്ററിന്റെ എമിറ്റർ പരസ്പരം കണക്ട് ചെയ്തു, ഗ്രൗണ്ട് ചെയ്തു. ഇത് ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ ആണല്ലോ, കളക്ടറാണ്. ഇത് ബേസ്.
ഇത് എമിറ്റർ, ഇത് ബേസ്, ഇത് എമിറ്റർ. എല്ലാവർക്കും അറിയാം. ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ ഇത്, ബേസ് ഇത്, എമിറ്റർ ഇത്. ഇത് കളക്ടർ, ബേസ്, എമിറ്റർ. കളക്ടറിൽ എന്താ വരയ്ക്കുന്നത്? കളക്ടർ റെസിസ്റ്റർ. കളക്ടർ റെസിസ്റ്ററിന്റെ സിമ്പിൾ എന്താണ്? കളക്ടർ റെസിസ്റ്ററിന്റെ സിമ്പിൾ ആർ, കളക്ടറിന്റെ സിമ്പിൾ സി. അപ്പോൾ കളക്ടർ റെസിസ്റ്ററിന്റെ സിമ്പിൾ ആർ സി. ഒന്നാമത്തെ ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് ആ റെസിസ്റ്ററിനെ നമ്മൾ ആർ സി 1 എഴുതുന്നു. ഇതേപോലെ ഇപ്പുറത്ത് രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിലും കളക്ടർ റെസിസ്റ്റർ വരയ്ക്കുക. അതിനെ ഞാൻ ആർ സി 2 എന്ന് എഴുതി. ഓക്കെ. ആ രണ്ട് കളക്ടർ റെസിസ്റ്ററും തമ്മിൽ നമ്മൾ പരസ്പരം കണക്ട് ചെയ്യുന്നു. ഇനിയാണ് നമ്മുടെ ഈ പോയിന്റിൽ നിന്നും ഒരു കപ്പാസിറ്റർ വരയ്ക്കുന്നു. കപ്പാസിറ്റർ C1. ഇവിടെ നമ്മൾ ഒരു കപ്പാസിറ്റർ വരയ്ക്കുന്നു C2. രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൽ നിന്ന് വരയ്ക്കുന്ന കപ്പാസിറ്റർ ആയതുകൊണ്ട് അത് C2. ആദ്യത്തെ ട്രാൻസിസ്റ്ററിൽ നിന്ന് വരച്ച കപ്പാസിറ്റർ C1. ഇനി ഇതിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റെസിസ്റ്റർ വരയ്ക്കുന്നു R1. ഇവിടെ വേറൊരു റെസിസ്റ്റർ വരയ്ക്കുന്നു R2. ഓക്കെ, പടം തീർന്നു. ഇനി ഇതിനെ തമ്മിൽ ക്രോസ് കപ്പിൾ ചെയ്യുക. ക്രോസ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ വേണ്ടേ, ഇതിനെ ആദ്യത്തെ ട്രാൻസിസ്റ്ററിന്റെ ബേസുമായിട്ട് കണക്ട് ചെയ്യുക. ഇതിനെ രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ബേസുമായിട്ട് കണക്ട് ചെയ്യുക. ഇതിനെ ആദ്യത്തെ ട്രാൻസിസ്റ്ററിന്റെ ബേസുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ. ഇത് ആക്ച്വലി നമ്മൾ വയർ ചെയ്യുമ്പോൾ ഈ രണ്ട് കണക്ഷനും തമ്മിൽ കൂട്ടിമുട്ടരുത്. ഇവിടെ ഒരു ജമ്പർ ഉണ്ട്. ആ ജമ്പർ ഞാൻ വരയ്ക്കുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി വയർ ചെയ്യുമ്പോൾ ഇത് രണ്ടും തമ്മിൽ ടച്ച് ചെയ്യരുത്. ഓക്കെ. ഇനി ഞാൻ സപ്ലൈ കൊടുക്കുന്നു. ഓക്കെ, സപ്ലൈ കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഇത് വരയ്ക്കുന്നത്. ഓക്കെ. ഇനി ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിനെ ഞാൻ Q1 എന്ന് പറയുന്നു, രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിനെ Q2 എന്ന് പറയുന്നു. ഓക്കെ. സോ ദിസ് ഈസ് അൺസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ സർക്യൂട്ട്. ഇതിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ 10 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ ഇതിനൊരു 4 മാർക്കോളം കിട്ടും. 2 മാർക്ക് വേവ് ഫോം വരയ്ക്കുന്നത്, 4 മാർക്ക് എക്സ്പ്ലനേഷൻ. ഇനി ഇതിനകത്ത് നിങ്ങൾ പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 2 കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഉണ്ട്. ദിസ് സർക്യൂട്ട് കണ്ടെയ്ൻസ് 2 കോമൺ എമിറ്റർ ആംപ്ലിഫയേഴ്സ്. ഇത് ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ, ഇത് വേറെ ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ. ഓക്കെ. അപ്പോൾ നമ്മൾ പറയേണ്ടത് ദിസ് സർക്യൂട്ട് കണ്ടെയ്ൻസ്, ദിസ് സർക്യൂട്ട് ഈ CKT എന്ന് പറഞ്ഞ സർക്യൂട്ടിന്റെ ഷോർട്ട് ഫോം ആണ്. This circuit contains 2 common emitter amplifiers. രണ്ട് കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഉണ്ട് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കപ്ലിംഗ് കപ്പാസിറ്റർ കപ്ലിംഗ് ആണ്. കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്യൂട്ടിനെ വേറെ സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കപ്ലിംഗ് എന്ന് പറയുന്നത്. ഒരു സർക്യൂട്ടിനെ വേറെ സർക്യൂട്ടുമായിട്ട് റെസിസ്റ്റർ കൊണ്ട് കണക്ഷൻ ആണെങ്കിൽ റെസിസ്റ്റർ കപ്ലിംഗ് എന്ന് പറയും. കപ്പാസിറ്റർ കൊണ്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു സർക്യൂട്ടിനെ വേറെ സർക്യൂട്ടുമായിട്ട് കപ്പാസിറ്റർ കൊണ്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ കപ്പാസിറ്റർ കപ്ലിംഗ് എന്ന് പറയും. ഇപ്പോൾ ഇതിനെ ഇതുമായിട്ട് ഒന്നാമത്തെ സെക്ഷനെ രണ്ടാമത്തെ സെക്ഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് കപ്പാസിറ്റർ വെച്ചാണ്. കണ്ടോ,
കപ്പാസിറ്റർ ഉപയോഗിച്ചാണ് ഒന്നാമത്തെ സെക്ഷനെ രണ്ടാമത്തെ സെക്ഷനും ഒന്നാമത്തെ സെക്ഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് കപ്പാസിറ്റർ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് ഇതിനെ കപ്പാസിറ്റർ കപ്ലിംഗ് എന്ന് പറയും. കപ്പാസിറ്റർ കപ്ലിംഗ് ഈസ് യൂസ്ഡ് ഇൻ ദ സർക്യൂട്ട്. ഓക്കെ, നീ എന്റെ വർക്കിംഗ് പറയാൻ പോയാണ്. ഓക്കെ, വർക്കിംഗ് എന്ന് പറഞ്ഞാൽ when supply is switched on, when supply is switched on, one of the transistor start conducting and other transistor goes into cut off. സപ്ലൈ ഓൺ ചെയ്യുമ്പോൾ ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആവും, മറ്റേ ട്രാൻസിസ്റ്റർ ഓഫ് ആവും. Here, when supply is switched on, Q1 starts conducting. Q2 turns off. നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ Q1 ഓൺ ആവും, Q2 ഓഫ് ആവും. ഓക്കെ, Q1 ഓൺ ആവും, Q2 ഓഫ് ആവും. ഓക്കെ, Q1 ഓൺ ആവും, Q2 ഓഫ് ആവും. അപ്പോൾ Q1 ഓൺ, Q2 ഓഫ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആയാൽ മറ്റേ ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും. രണ്ടും കൂടെ ഒരുമിച്ച് ഓൺ ആവത്തില്ല, രണ്ടും കൂടെ ഒരുമിച്ച് ഓഫും ആവത്തില്ല. ഒന്ന് ഓൺ ആണെങ്കിൽ മറ്റേത് ഓഫ് ആയിരിക്കും. അപ്പോൾ Q1 ഓൺ ആയി, Q2 ഓഫ് ആയി. ഓക്കെ, ഇനി നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഗ്രാഫ് വരയ്ക്കുന്നത് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിലുള്ള വോൾട്ടേജ് ഞാൻ VC1 എന്ന് വിളിക്കും. രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ വോൾട്ടേജിനെ VC2 എന്ന് വിളിക്കും. അപ്പോൾ ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിലെ വോൾട്ടേജിനെ VC1 എന്നും രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിലെ വോൾട്ടേജിനെ VC2 എന്നും വിളിക്കും. ഗ്രാഫ് ഞാൻ ഇവിടെ VC1 വരയ്ക്കുന്നു, ഇവിടെ VC2 വരയ്ക്കുന്നു. ഓക്കെ, ഇവിടെ VC1 വരയ്ക്കുന്നു, ഇവിടെ VC2 വരയ്ക്കുന്നു. ഇപ്പോൾ നമ്മൾ സപ്ലൈ ഓൺ ചെയ്യുമ്പോൾ Q1 ഓൺ ആണ്, Q2 ഓഫ് ആണ്. Q1 ഓൺ ആയി, ഈ Q1 ഓൺ ആയി, Q2 ഓഫ് ആയി. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞു, ഓണായ ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിലെ വോൾട്ടേജ് എത്രയാണ്? Q1 ഓൺ ആണെങ്കിൽ അതിന്റെ കളക്ടറിലെ വോൾട്ടേജ് എത്രയാണ്? VC SAT. .2. ഇവിടുത്തെ വോൾട്ടേജ് VC SAT അഥവാ 0.2 ആയിരിക്കും. കളക്ടറിലെ വോൾട്ടേജ് 0.2 വോൾട്ട് ആയിരിക്കും. VC SAT ആയിരിക്കും ഓൺ ആയ ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിലെ വോൾട്ടേജ്. ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിലെ വോൾട്ടേജ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് VC1 കൊണ്ടാണ്. ലെറ്റ് VC1 represents collector voltage of first transistor and VC2 represents collector voltage of second transistor. ഒന്നാമത്തെ ട്രാൻസിസ്റ്റർ ഓൺ ആണ്, അതിന്റെ കളക്ടറിലെ വോൾട്ടേജ് VC SAT 0.2. സാറ്റ് എന്ന് പറഞ്ഞാൽ സാച്ചുറേഷന്റെ ഷോർട്ട് ഫോം ആണ്. രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ ഓഫ് ആണ്. ഓഫ് ആയ ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിലെ വോൾട്ടേജ് VCC. ഓക്കെ, നമ്മൾ ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആണെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന VCC എന്ന സപ്ലൈ വോൾട്ടേജ് അതിന്റെ കളക്ടർ വരും. അത് എപ്പോഴും ഓർത്തിരിക്കണം. ഒരു ട്രാൻസിസ്റ്റർ ഓഫ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് മൊത്തം അതിന്റെ കളക്ടറിൽ വരും. അതുകൊണ്ട് രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിലെ വോൾട്ടേജ് അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന VC2 കൊണ്ടാണ്. അതിപ്പോൾ എത്രയാണ്? VCC ആയി, VCC ആണ്. ഇനി അത് ഗ്രാഫായിട്ട് വരയ്ക്കണം നമ്മൾ. ഓക്കെ,
ഗ്രാഫ് വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിലെ വോൾട്ടേജ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞേ. ഒന്നാമത്തെ ട്രാൻസിസ്റ്റർ ഓൺ ആണ്, Q1 ഓൺ ആണ്. ഓൺ ആയ ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിലെ വോൾട്ടേജ് എത്രയാണ്? VC സാറ്റ് അഥവാ 0.2. 0.2 എങ്ങനെ വരയ്ക്കും ഗ്രാഫിൽ? ഇത് 0, ഇത് 0.1, ഇത് 0.2. 0.2 ഇങ്ങനെ വരച്ചു. ഓക്കെ, 0യിൽ നിന്ന് തൊട്ട് മുകളിൽ 0.1, തൊട്ട് മുകളിൽ 0.2. എന്നിട്ട് VC സാറ്റ് എന്ന് എഴുതി. ഇനി നമ്മൾ രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ വോൾട്ടേജ് ആണ് വരയ്ക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ Q2 ആണ്. അതിന്റെ കളക്ടർ വോൾട്ടേജ് എത്രയാണ്? VC2 ആണ്. അതിപ്പോൾ എത്ര? രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ ഇപ്പോൾ ഓഫ് ആണ്. ഓഫായ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ വോൾട്ടേജ് എത്രയാണ്? VCC. VCC എങ്ങനെ വരയ്ക്കും? VCC സപ്ലൈ വോൾട്ടേജ് ആണ്. 12 വോൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ 12 ഈ ഗ്രാഫിൽ എങ്ങനെ വരയ്ക്കും? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 വോൾട്ട് ഞാൻ ഇവിടെ വരച്ചു. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ ഗ്രാഫിന്റെ മുകളിൽ എഴുതണം. ഇപ്പോൾ Q1 ഓൺ ആണ്, Q1 ഓൺ, Q2 ഓഫ്. ഇവിടെ എഴുതി Q1 ഓൺ, Q2 ഓഫ്. ഓക്കെ, ഞാൻ ഈ വീഡിയോ ഒന്ന് കട്ട് ചെയ്യാണ്. ഓക്കെ, കാരണം അപ്ലോഡ് ചെയ്യാൻ എളുപ്പം അതാണ്. അതുകൊണ്ട് കട്ട് ചെയ്തിട്ട് അടുത്ത സെക്ഷനിൽ ബാക്കി വർക്കിംഗ് പറയാം.